സാർ, ഈ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം 6% GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രായോഗികത എത്രത്തോളമാണ് സാർ? നീക്കി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഒന്നാമത്തെ പോളിസി വന്ന മുതലേ പറയുന്നതാണ് നമ്മുടെ GDP-യുടെ 6% വിദ്യാഭ്യാസം മാറ്റിവെക്കണം. ഇപ്പോഴും നമ്മൾ അതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് GDP കണക്കാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ മാത്രം ഒരു എത്ര അതിലേക്ക് വിലയിരുത്തുന്നു എന്നുള്ളതല്ല. ഇവിടെ 3 തരത്തിലുള്ള സാമ്പത്തിക ഷെയർ വരുന്നുണ്ട്. ഒന്ന് കേന്ദ്ര സർക്കാർ നേരിട്ട്, സംസ്ഥാന സർക്കാരുകൾ, പിന്നെ നമ്മുടെ സമൂഹത്തിന് മറ്റു പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനെക്കുറിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പിലൂടെ മാത്രം ചിലവാക്കുന്നതിനെയും പരിഗണിച്ചു പോരാ എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതിൽ സിംഹഭാഗം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആണെങ്കിലും ആരോഗ്യ മന്ത്രാലയമുണ്ട്, ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വേറെയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. ഗവേഷണ രംഗത്ത് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഷ്യനോഗ്രാഫി, സമുദ്ര പഠനം, അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫോറസ്റ്റുമായിട്ടുള്ള പഠനം, കാർഷിക സ്ഥാപനങ്ങൾ, ഇതെല്ലാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ എല്ലാം കൂടിയും പരിഗണിച്ചാൽ പോലും ഒരു 4%-നും 5%-നും ഇടയിലാണ് ഉള്ളത്. അതിൽ ഏറ്റവും കുറവ് നമുക്ക് റിസർച്ചിലാണ്. നമ്മുടെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസത്തിന് നല്ലതുണ്ട്. കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും ശമ്പളം കൊടുക്കാനും അതിനാവശ്യമായ കുട്ടികൾക്കുള്ള സംവിധാനങ്ങളും ഒക്കെയാണ്. അവിടുത്തെ ഷെയറിലെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. മുകളിലേക്ക് പോകുന്തോറും, അതായത് ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വികസനത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഊന്നേണ്ട റിസർച്ച് മേഖലയിൽ നമ്മൾ കാര്യമായിട്ട് പണം മുടക്കുന്നില്ല. ആ രംഗത്തേക്ക് സർക്കാർ മാത്രമല്ല പണം മുടക്കേണ്ടത്. ആരൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണോ ആ രംഗത്തുള്ളവർക്കൊക്കെ പണം മുടക്കിക്കൊണ്ട് ആ രംഗം വികസിപ്പിക്കുക എന്നാണ് പുതിയ കാഴ്ചപ്പാട്. പക്ഷെ എന്തായാലും 6% വേണോ, 6%-ൽ കൂടുതൽ വേണോ എന്ന് ചർച്ച ചെയ്യണം. എൻ്റെ അഭിപ്രായം 6%-ൽ കൂടുതൽ വേണം. മിനിമമാണ് നമ്മുടെ 6%. നമ്മുടെ വികസിത രാജ്യങ്ങളുടെ എല്ലാം ഉന്നത വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഗവേഷണ വിദ്യാഭ്യാസം, ഈ രംഗത്ത് അവർ വലിയ മുതലാണ് മുടക്കുന്നത്. ആ മുതൽ മുടക്കുന്നത് മുഴുവൻ സർക്കാരാണെന്ന് പറയാൻ പറ്റില്ല. ആർക്ക് വേണോ അവർ മുതൽ മുടക്കുന്നത്. പക്ഷേ GDP നോക്കുമ്പോൾ അതിൽ തന്നെ എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കുന്ന പങ്ക് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അതാണ്. നമ്മളുടെ നേരെ തിരിച്ച സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത്. അത് നിലനിർത്തിക്കൊണ്ട് ആ തോതിൽ ഉയർന്ന രംഗത്തേക്കും കൂടി വേണം. അല്ലെങ്കിൽ നമ്മൾ താഴെ മുടക്കിയ മുതലിന് കൃത്യമായ ഫലം നമുക്ക് കിട്ടാതെയാവും. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിൽ നമുക്ക് അതിൻ്റെ മുഴുവൻ നമ്മളെത്രത്തോളം മുതൽ മുടക്കി എത്രത്തോളം കുട്ടികൾ ഉയർന്നു വന്നോ അത് പൂർണ്ണമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല ഇപ്പോൾ. കാരണം അവിടെ ആ ഫിനിഷ്ഡ് ഗുഡ് അല്ല, റിസർച്ച് വളരെ കുറവാണ്.